ഹായ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്രം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 3 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രോകാരിയോട്ടുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓക്കെ, മൈക്കോപ്ലാസ്മ, അമീബ, ബാക്ടീരിയ, സൈനോ ബാക്ടീരിയ. അപ്പോൾ ഇത് കറക്റ്റ് ആൻസർ ഏതാണ്? അമീബയാണ് പ്രോകാരിയോട്ടിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. തന്നിട്ടുള്ള ജന്തുകല ഏതെന്ന് തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഏതാണ്? പേശികലയാണ്. ഇതെന്താണ്? പേശികലയുടെ ചിത്രമാണ് ഇത്. ഇനി മൂന്നാമത്തെ ചോദ്യം, സൈലം കലയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തേത്, സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. രണ്ടാമത്തേത്, ഇലകളിൽ നിർമ്മിച്ച ആഹാരം സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യത്തെ ഓപ്ഷൻ 1ഉം 2ഉം ശരിയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ 2 മാത്രം ശരി. മൂന്നാമത്തെ ഓപ്ഷൻ 1 മാത്രം ശരി. നാലാമത്തെ ഓപ്ഷൻ 1ഉം 2ഉം തെറ്റാണെന്ന്. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1 മാത്രമാണ് ശരി. സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നതാണ് സൈലം കല. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നാലാമത്തെ ചോദ്യം നോക്കാം. ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവരുടെ പൊതു സവിശേഷത എഴുതുക. കരോട്ടിൻ, ഹരിതകം, ഹരിതകണം, സാന്തോഫിൽ. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹരിതകണമാണ്. മറ്റുള്ളവരുടെ പൊതു സവിശേഷത എന്താണ്? കരോട്ടിൻ, ഹരിതകം, സാന്തോഫിലും എന്തൊക്കെയാണ്? വർണ്ണകങ്ങളിലെ വർണ്ണങ്ങളാണ്. ഓക്കെ, സസ്യങ്ങളിലെ വർണ്ണകങ്ങളാണ് കരോട്ടിൻ, ഹരിതകം, സാന്തോഫിൽ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 5 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണ്. 5ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് കാരണം എഴുതുക. ഫലങ്ങൾ പാകമാവുമ്പോൾ അവയുടെ നിറവും രുചിയും മാറും. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഫലങ്ങൾ പാകമാവുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു. അതിനാൽ നിറമാറ്റം ഉണ്ടാകുന്നു. പാകമാകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണകണങ്ങളായി മാറുന്നു. അതിനാൽ നിറമാറ്റം ഉണ്ടാകുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫലങ്ങളിലെ അന്നജം പഞ്ചസാരയായി മാറുന്നു. അതിനാൽ പഴങ്ങൾക്ക് മധുരം ഉണ്ടാകുന്നു. ഫലങ്ങളിലെ അന്നജം പഞ്ചസാരയായി മാറുന്നു. അതിനാൽ പഴങ്ങൾക്ക് മധുരമുണ്ടാകുന്നു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താണ്? 6ാമത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള ജോഡികളിൽ അടിവരയിട്ടിരിക്കുന്ന പദങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഓക്കെ, MG സ്ലീഡൻ പ്രോകാരിയോട്ട്. ഓക്കെ, MG സ്ലീഡനുമായിട്ട് ബന്ധപ്പെട്ടത് എന്താണ്? സസ്യകോശമാണ്. അപ്പോൾ ആദ്യത്തേത് നമ്മൾ പ്രോകാരിയോട്ട് എന്ന ഭാഗത്ത് എന്തെഴുതണം? പ്രോകാരിയോട്ട് എന്ന ഭാഗത്ത് സസ്യകോശം എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് ബി, റുഡോൾഫ് വിർഷോ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകൂ എന്ന് കണ്ടുപിടിച്ച് ശാസ്ത്രജ്ഞൻ ആരാണ്? റുഡോൾഫ് വിർഷോ. റോബർട്ട് ബ്രൗൺ എന്താണ്? ന്യൂക്ലിയസ് ആണ് കണ്ടുപിടിച്ചത്. തിയോഡർ ഷാൻ ജന്തുകോശം. അപ്പോൾ അതൊക്കെ ശരിയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം, വിത്തുകോശ ഗവേഷണവും ഭാവി ചികിത്സയും എന്ന വിഷയത്തിൽ നടക്കുന്ന ക്ലാസ് സെമിനാറിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന 2 പ്രധാന ആശയങ്ങൾ എഴുതുക. ഓക്കെ, എന്തൊക്കെയാണ് 2 പ്രധാന ആശയങ്ങൾ? വിത്തുകോശം കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ. 1ാമത്തെ പോയിന്റ്, നമുക്ക് ആവശ്യമായ ഇനം കോശങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. ഇനി അടുത്ത പോയിന്റ് എന്തെഴുതാം? രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തുകോശ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. രക്താർബുദം, പ്രമേഹം, പാർക്കിൻസൺസ് രോഗം എന്നിവയുടെ ചികിത്സയിലും കൃത്രിമ അവയവങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വിത്തുകോശ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 8ാമത്തെ ചോദ്യം,
മൈക്രോസ്കോപ്പിൽ ഒരു നിരീക്ഷണ വസ്തു തയ്യാറാക്കുന്നതിൽ താഴെ കൊടുത്തിരിക്കുന്നവരുടെ പ്രാധാന്യം എന്ത്? 2 ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഗ്ലിസറിനും ഉണ്ട്, സ്റ്റെയിനും ഉണ്ട്. അപ്പം ഗ്ലിസറിൻ്റെയും സ്റ്റെയിൻ്റെയും ഉപയോഗമാണ് നാം എഴുതേണ്ടത്. അപ്പോൾ ഗ്ലിസറിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാനാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാനാണ് ഗ്ലിസറിൻ ഉപയോഗിക്കുന്നത്. അടുത്തത് എന്താണ് പറഞ്ഞത്? ബി, സ്റ്റെയിൻ ആണ്. സ്റ്റെയിൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിരീക്ഷണ വസ്തുവിലെ ചില ഭാഗങ്ങൾക്ക് നിറം നൽകുന്നതിന്. നിരീക്ഷണ വസ്തുവിലെ ചില ഭാഗങ്ങൾക്ക് നിറം നൽകുന്നതിനാണ് നമ്മൾ സ്റ്റെയിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. 9. തന്നിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ, കോശഭിത്തിയുടെ കനം, കോശദ്രവ്യത്തിൻ്റെ അളവ്. ഈ 2 സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ പൂർത്തിയാക്കേണ്ടത്. ടേബിളിൽ എന്താണുള്ളത്? മെരിസ്റ്റമിക കോശങ്ങളും പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളും. അപ്പം നമുക്ക് അവിടെ എന്തൊക്കെ എഴുതാം? ഓക്കെ, മെരിസ്റ്റമിക കോശത്തിൽ നമുക്ക് എഴുതാം കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി. എന്തെഴുതാം? കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി. ഓക്കെ, അപ്പോൾ സസ്യകോശത്തിലോ? സസ്യകോശത്തിൽ എന്താണ്? പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കോശത്തിൽ കട്ടി കൂടിയ പ്രാഥമിക ദ്വിതീയ ഭിത്തികൾ. മെരിസ്റ്റമിക കോശത്തിൽ നമ്മൾ എഴുതേണ്ടത് കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി. സസ്യകോശത്തിൽ, അതായത് പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളിൽ നമ്മൾ എഴുതേണ്ടത് കട്ടി കൂടിയ പ്രാഥമിക ദ്വിതീയ ഭിത്തികൾ. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത് കോശദ്രവ്യം. കോശദ്രവ്യം കൂടുതലാണ് മെരിസ്റ്റമിക കോശത്തിൽ. കോശദ്രവ്യം കൂടുതൽ. പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തിലോ കോശദ്രവ്യം കുറവാണ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. മെരിസ്റ്റമിക കോശത്തിൻ്റെ അടിയിൽ നമ്മൾ എഴുതേണ്ടത് കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തി, കോശദ്രവ്യം കൂടുതൽ. പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങൾ എന്നതിൻ്റെ അടിയിൽ എഴുതേണ്ടത് കട്ടി കൂടിയ പ്രാഥമിക ദ്വിതീയ ഭിത്തികൾ, കോശദ്രവ്യം കുറവ്. ഓക്കെ, ഇനി നമുക്ക് 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾ നോക്കാം. 10 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, എന്താണ് ചോദ്യം? യോജക കലകളുമായി ബന്ധപ്പെട്ട ചിത്രീകരണം ഉചിതമായി പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ യോജക കലകൾ തന്ന് 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ആദ്യത്തെ മിസ്സിംഗ് ആണ്. അപ്പോൾ ആ എ സ്ഥാനത്ത് നമ്മൾ എഴുതും. എന്തെഴുതും? യോജക കലകൾ ഏതൊക്കെയാണ്? രക്തം, അസ്ഥികല, നാരുകല. അപ്പോൾ നമ്മൾ എയുടെ സ്ഥാനത്ത് എന്താ എഴുതേണ്ടത്? രക്തം. ഓക്കെ, എ രക്തം. ഇനി രക്തത്തിൽ എന്താണ് നടക്കുന്നത്? പദാർത്ഥ സംവഹനം. അപ്പോൾ അസ്ഥികലയിൽ എന്താണ് നടക്കുന്നത്? അസ്ഥികലയ്ക്ക് താഴെ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ഓക്കെ, അസ്ഥികലയുടെ താഴത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ സി എന്താണ് നമ്മൾ എഴുതേണ്ടത്? നാരുകലയുടെ അടിയിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ്? ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ എ എന്ന സ്ഥലത്ത് എഴുതേണ്ടത് രക്തം, ബി ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു, സി ഇതര കലകളെ ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. ബോക്സിൽ നൽകിയിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും അനുയോജ്യമായ 3 ജോഡികളെ കണ്ടെത്തി എഴുതുക. മാതൃക നൽകിയിട്ടുണ്ട്. ഗോൾഗി കോംപ്ലക്സ് രാസാഗ്നികൾ. ഓക്കെ, ഇനി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആ ടേബിളിൽ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഊർജ്ജ സംഭരണം, ഫാനം, പദാർത്ഥ സംവഹനം, മൈറ്റോകോൺട്രിയ, വിസർജ്യ വസ്തുക്കളുടെ സംഭരണം, എൻഡോപ്ലാസ്റ്റിക് റെറ്റിക്കുലം, രാസാഗ്നികൾ. ഇത് നമ്മൾ യോജിപ്പിച്ച് എഴുതണം. ഓക്കെ, ഓരോന്നിൻ്റെ ധർമ്മങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം നമുക്ക് ആദ്യം മൈറ്റോകോൺട്രിയ എടുക്കാം. ഓക്കെ, മൈറ്റോകോൺട്രിയ ഊർജ്ജ സംഭരണം. ഓക്കെ, മൈറ്റോകോൺട്രിയ ഊർജ്ജ സംഭരണം. അടുത്തത് നമുക്ക് ഫാനം എടുക്കാം. ഫാനം വിസർജ്യ വസ്തുക്കളുടെ സംഭരണം. ഫാനം വിസർജ്യ വസ്തുക്കളുടെ സംഭരണം. നെക്സ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിൽ എന്താ എഴുതേണ്ടത്? പദാർത്ഥ സംവഹനം. എല്ലാം ഈ കോളത്തിലുണ്ട്, നോക്കി എഴുതേ വേണ്ടൂ. എന്തൊക്കെയാണ് എഴുതേണ്ടത്? മൈറ്റോകോൺട്രിയ ഊർജ്ജ സംഭരണം, ഫാനം വിസർജ്യ വസ്തുക്കളുടെ സംഭരണം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പദാർത്ഥ സംവഹനം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം. ചിത്രീകരണത്തിൽ വിട്ട ഭാഗങ്ങൾ പൂർത്തിയാക്കുക. ചിത്രീകരണത്തിൽ വിട്ട ഭാഗങ്ങൾ പൂർത്തിയാക്കുക. ഓക്കെ, എന്തൊക്കെയാണ് തന്നത്? ജന്തുകോശവും തന്നിട്ടുണ്ട്, സസ്യകോശവും തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ആദ്യം ജന്തുകോശം എന്ന കോളെടുക്കാം. ജന്തുകോശത്തിൻ്റെ അടിയിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? സെൻട്രോസോം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എ ഭാഗത്തിൽ എന്തെഴുതാം? ലൈസോസോം. എ ഭാഗത്തിൽ എന്തെഴുതാം? ലൈസോസോം. ഓക്കെ. ഇനി ബിയിൽ, അതായത് ജന്തുകോശത്തിലും സസ്യകോശത്തിലും പൊതുവായി അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ആദ്യം എഴുതിയത് എന്താണ്? ജന്തുകോശത്തിൽ മാത്രം കാണുന്ന കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണ്? സെൻട്രോസോമും ലൈസോസോമും. ഇനി നമുക്ക് ജന്തുകോശത്തിലും സസ്യകോശത്തിലും പൊതുവായി കാണുന്ന കാര്യങ്ങൾ എഴുതാം. അതെന്തൊക്കെയാണ്? ബി നമുക്ക് മൈറ്റോകോൺട്രിയ എഴുതാം. സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഡി റൈബോസോം. ഇ ഗോൾഗി കോംപ്ലക്സ്. ഇനി മർമ്മം, കോശസ്തരം എന്നിവയൊക്കെ എഴുതാം. ഇനി സസ്യകോശത്തിൽ മാത്രം കാണുന്നത് എന്താണ്? ഫേനം, കോശഭിത്തി. ഓക്കെ. അപ്പോൾ ജന്തുകോശത്തിൻ്റെ അടിയിൽ നമ്മൾ എഴുതേണ്ടത് സെൻട്രോസോം, ലൈസോസോം. പിന്നെ പൊതുവായി കാണുന്ന ബി, സി, ഡി, ഇ നമ്മൾ എഴുതേണ്ടത് മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോം, ഓക്കെ, ഗോൾഗി കോംപ്ലക്സ് ഒക്കെ എഴുതാം. ഇനി സസ്യകോശത്തിൻ്റെ അടിയിൽ നമ്മൾ എഴുതേണ്ടത് ഫേനം, കോശഭിത്തി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 13ാമത്തെ ചോദ്യം. കോളം എക്ക് അനുസരിച്ച് കോളം ബി, സി എന്നിവ ക്രമീകരിക്കുക. അപ്പോൾ എ, ബി, സി എന്ന് പറഞ്ഞ 3 കോളങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ ഇവയുടെ സവിശേഷതകളാണ് ബാക്കി 2 കോളത്തിലും കൊടുത്തിരിക്കുന്നത്. നമ്മൾ അത് ഷഫിൾ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് യോജിപ്പിച്ച് എഴുതണം. ഓക്കെ. അപ്പം നമുക്ക് കോളം കൈമ തുടങ്ങാം. ബിയിൽ ഫസ്റ്റ് എഴുതിയത് ശരിയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗവും കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതാണ്. അത് ശരിയാണ്. പക്ഷേ സി പ്രകാശ സംശ്ലേഷണമല്ല. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. അതായത് ലാസ്റ്റ് വണ്ണാണ് നമ്മൾ മേലോട്ട് എഴുതേണ്ടത്. സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. ഓക്കെ. ഇനി അടുത്ത എന്താണ്? പാരൻ കൈമ. പാരൻ കൈമയുടെ ബിയിൽ തന്നെ തെറ്റാണ്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് എന്നാണ് എഴുതേണ്ടത്. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് എന്നാണ് എഴുതേണ്ടത്. പാരൻ കൈമയുടെ ധർമ്മം എന്താണ്? പ്രകാശ സംശ്ലേഷണമാണ്. അപ്പോൾ രണ്ടാമത്തേൽ എന്താണ് എഴുതേണ്ടത്? ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നത് പ്രകാശ സംശ്ലേഷണം. ഓക്കെ. ഇനി അടുത്തത് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമയിൽ നമ്മൾ എന്താ എഴുതേണ്ടത്? കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ കോശങ്ങൾ ചേർന്നത്. ഓക്കെ. ഇനി സി കോളത്തിൽ എഴുതേണ്ടത് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു. ഓക്കെ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് 8ാം ക്ലാസ്സിലെ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് കെമിസ്ട്രിയും കൂടി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.